ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കേരച്ചൂരയാണ്. ഇതിനുവേണ്ടി വില കൂടിയ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. കേരച്ചൂര കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങളിട്ട് പൊരിച്ചെടുക്കുക. ഡീപ്പായിട്ടൊന്നും ഫ്രൈ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു ബിരിയാണി ചെമ്പിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവോള പൊരിച്ചെടുക്കാം. എന്നിട്ട് മീൻ പൊരിച്ച എണ്ണ കൂടി അതിലേക്ക് ചേർത്ത് അതിലേക്ക് ഒരു 4 വലിയ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 3 ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതെല്ലാം ഒന്ന് നന്നായി വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു വലിയൊരു കഷ്ണം മീനെടുത്ത് നല്ലപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ മീനിൻ്റെ ഒരു ഫ്ലേവർ മസാലയിൽ വരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടുത്ത് നമുക്ക് 1 കപ്പ് പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുത്ത് ആ മസാല അതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടിയാതെ ഒരു 10 മിനിറ്റും കൂടെ അടുപ്പിലിട്ടേക്ക് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. ദം ചെയ്യുന്നതിന് ഒരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് ഈ ബിരിയാണി ചെമ്പ് വെച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല ഇതിൻ്റെ പുറത്തിട്ട് കൊടുത്ത് മീൻ മസാലയുടെ പുറത്തിട്ട് കൊടുത്തതിന് ശേഷം ചോറ് അറേഞ്ച് ചെയ്യുക കേട്ടോ. അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കൊടുത്ത് ബാക്കി ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നീട് ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കേരച്ചൂര അല്ല വേളാപ്പാര കൊണ്ട് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നമ്മൾ വില കൂടിയ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.